ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു ഹോളോഗ്രാം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയ ഹോളോഗ്രാം നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കിടില ഹോളോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്താനായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് ഒരു തെർമോക്കോൾ ഷീറ്റും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റുമാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മളുടെ കൊറോണ കാലത്ത് ഹീറോ ആയിട്ടുള്ള ഒരു ഫേസ് ഷീൽഡ് ഞാൻ കണ്ടത്. അപ്പം നമ്മൾ ആ ഫേസ് ഷീൽഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോളോഗ്രാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഹോൾഡ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ തെർമോക്കോൾ എടുക്കുക. എന്നിട്ട് തെർമോക്കോൾ നമ്മുടെ മൊബൈലിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ മൊബൈലിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 17 സെൻറ്റിമീറ്റർ നീളമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഏകദേശം 17 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 18 സെൻറ്റിമീറ്ററാണ് ഒരു ലെങ്ത്ത് എടുക്കുന്നത്. വിട്ട് ഞാനൊരു 14 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് നമ്മളുടെ തെർമോക്കോൾ ഷീറ്റിൽ നമ്മളത് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് നമ്മളുടെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ ബേസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വോളായിട്ട് എടുക്കേണ്ടത് 14 സെൻറ്റിമീറ്റർ നീളവും 14 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു 4 പീസാണ്. അപ്പോൾ അതും ഈ തെർമോക്കോളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബേസും എടുത്തിട്ടുണ്ട്, 4 പീസ് വോളും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടോട്ടൽ 5 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വോളിൻ്റെ 2 പീസ് എടുക്കുക. എന്നിട്ട് അത് ഡയഗണലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഡയഗണൽ പീസില്ലേ, ആ ഡയഗണൽ പീസിൻ്റെ ഡയഗണലായിട്ടുള്ള ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റില്ലേ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആ ഡയഗണലായിട്ടുള്ള 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്കിയുള്ള ആ 2 ഷീറ്റിലെ ആ 2 ഷീറ്റിലോട്ട് നമ്മൾ ഡയഗണലായി കട്ട് ചെയ്ത് വെച്ച പീസസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിലൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതേ ഇവിടെ 2 പീസും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ 2 സൈഡിലുള്ള വോളിൻ്റെ പീസസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കത് ബ്ലാക്ക് കളർ ചെയ്യണം കേട്ടോ. ബ്ലാക്ക് കളർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിഷ്വൽസ് ഒക്കെ നല്ല എഫക്റ്റീവ് ആവാനാണ്. ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ബ്ലാക്ക് ഷീറ്റ് ആയാലും മതി. അപ്പോൾ നമ്മൾ എല്ലാ പീസസും ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ദേ ഞാൻ 3 പീസസും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബേസും 2 വോളും ആയിട്ടാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളൊരു ചെറിയൊരു തെർമോക്കോൾ ഷീറ്റ് എടുക്കുക. എന്നിട്ട് 2 വോളിനെയും കണക്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാതിരിക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ആ തെർമോക്കോളും നമ്മൾ അതിനോടൊപ്പം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ അതേ വലുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിനെ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഒട്ടിച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ കോർണറൊക്കെ ബ്ലാക്ക് കളർ സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ റെഡി ആക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഫേഷ്യൽ എടുക്കുക. എന്നിട്ട് അതിനെ 18 സെൻറ്റിമീറ്റർ നീളത്തിലും 14 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുക്കുക. ഞാനിതേ ഈ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഹോളോഗ്രാമിൻ്റെ ആ സ്റ്റാൻഡിലെ ആ സ്റ്റാൻഡിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പിലൂടെ നമുക്ക് ഈ ഷീറ്റ് മെല്ലെ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹോളോഗ്രാം സ്റ്റാൻഡിലോട്ട് ഈ ഷീറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് കൂടെ കാണാം. ആ വർക്കിംഗ് കൂടെ കണ്ടുവെച്ചാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൽ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് ഹോളോഗ്രാം 3D വീഡിയോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നിറയെ വീഡിയോസ് വരും കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഹൈ ബ്രൈറ്റ്നെസ്സിലും ആയിരിക്കണം, ഹൈ ക്വാളിറ്റിയിലും ആയിരിക്കണം കേട്ടോ. അത് നന്നായി ശ്രദ്ധിക്കണം, എന്നാലേ നമ്മൾക്ക് കാണുന്ന റിസൾട്ട് നല്ല എഫക്റ്റീവ് ആവുള്ളൂ.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഹോളോഗ്രാം സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഹോളോഗ്രാം ഇഷ്ടമായി വെച്ചാൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഞെട്ടിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.